നമസ്കാരം. അമേരിക്കയുടെ അധിക തീരുവയെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയോ? ഭീകരവാദം നേരിടാൻ സമഗ്ര ചട്ടക്കൂട് വേണമെന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ യാത്രയ്ക്ക് സമാപനം. വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അമേരിക്കയുടെ അധിക തീരുവ നേരിടാൻ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും റഷ്യയും ചൈനയും. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ മോദിയും പുടിനും ഷീ ജിൻപിങ്ങും പ്രത്യേക ചർച്ച നടത്തി. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുമെന്ന് മോദി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ അംഗീകാരം. വോട്ടുമോഷണം ജനാധിപത്യ മോഷണമെന്ന് രാഹുൽ ഗാന്ധി. ഗാന്ധിജിയെ ഇല്ലാതാക്കിയ ശക്തികൾ ഭരണഘടനയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിമർശനം. വോട്ടർ അധികാർ യാത്രയ്ക്ക് പാട്നയിൽ സമാപനം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതികൾ സ്വീകരിക്കുന്നത് തുടരണമെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. E20 പെട്രോൾ നയത്തെ ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഹർജിക്ക് പിന്നിൽ വൻ ലോബികളെന്ന് കേന്ദ്രം. പുതിയ നയം കരിമ്പു കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രം. ഭൂകമ്പത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാന് സഹായവുമായി ഇന്ത്യ. 15 ടൺ ഭക്ഷണ സാധനങ്ങൾ ഉടനെത്തിക്കും. 1000 ടെന്റുകൾ കൈമാറി. ഭൂകമ്പത്തിൽ മരണം 800 കടന്നു. 2500-ലേറെ പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് റിപ്പോർട്ട്. ഓണക്കാലത്ത് MDMA ഹൈബ്രിഡ് കഞ്ചാവും ലഹരി ഗുളികകളും വ്യാപകമെന്ന് പോലീസും എക്സൈസും. ടോപ് 10 സ്പെഷ്യൽ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്താൻ ദേവസ്വം ബോർഡ്. നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് NSS. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരിയുടെ മൊഴി എടുത്തു തുടങ്ങി. കേസിന്റെ വിശദാംശങ്ങൾ നിയമസഭയ്ക്ക് കൈമാറും. രാഹുലിനെ പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. KCL-ൽ ആലപ്പി റിപ്പിൾസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് വിജയം. കഫ നേഷൻസ് ഫുട്ബോൾ കപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഇറാൻ. വഖഫ് നിയമത്തിന് അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് സമസ്ത സുപ്രീം കോടതിയിൽ. നിയമത്തിന്റെ പേരിൽ കെട്ടിടങ്ങൾ തകർക്കുന്നുവെന്നും നിലവിലെ നടപടികൾ തടയണമെന്നും ഹർജിയിൽ പരാമർശം. സ്റ്റോറി ഓഫ് ദ ഡേ: ഓണക്കാലം പൂക്കാലം. വിശദമായ വാർത്തകൾ സമഗ്രമായി നോക്കാം. ഭീകരവാദം ഏറ്റവും വലിയ ഭീഷണിയെന്നും ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയെന്നും പഹൽഗാം ആക്രമണത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം നേരിടാൻ സമഗ്ര ചട്ടക്കൂട് വേണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രഖ്യാപനവും നടത്തി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ രൂക്ഷമായി വിമർശിച്ചു. ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയെന്നും ഭീകര സംഘടനകളെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന്റെ ഇരകളാണ് ഇന്ത്യയെന്നും ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് അംഗീകരിക്കില്ലെന്ന് SCO ഉറച്ച നിലപാടെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. कोई समाज, कोई नागरिक अपने आप को इससे सुरक्षित नहीं समझ सकता. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ഭീകരവാദത്തോട് ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ച മോദി മാനുഷികതയിൽ വിശ്വസിച്ച നിരപരാധികൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്നും ധനസഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും മോദി ആവശ്യമുന്നയിച്ചു. निर्मम आतंकवाद का दंश झेल रहा है।
कितनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हो गए। हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. ഭീകരത നേരിടാൻ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഭീകരവാദ സ്പോൺസർമാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും സംയുക്ത പ്രഖ്യാപനത്തിൽ പറയുന്നു. സംയുക്ത പ്രസ്താവനയിൽ പാകിസ്ഥാനും ഒപ്പുവെക്കും. എന്നാൽ പ്രസ്താവനയിൽ പാകിസ്ഥാന്റെ പേര് പരാമർശിക്കില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. ഷഹായ് ഉച്ചകോടിക്കിടെ മോദി ഷീ ജിൻപിങ് പുടിൻ കൂടിക്കാഴ്ച. ഫോട്ടോ സെഷന് മുന്നോടിയായാണ് മൂന്ന് നേതാക്കളും സംസാരിച്ചത്. അധിക തീരുവ ഏർപ്പെടുത്തി സമ്മർദ്ദമുയർത്തുന്ന അമേരിക്കയ്ക്കെതിരായി സന്ദേശമായി മൂന്ന് നേതാക്കളുടെയും കൂടിക്കാഴ്ച മാറി. റഷ്യയുമായുള്ള സഹകരണമാണ് ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഇപ്പോഴത്തെ സമീപനത്തിന് കാരണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതാണ് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ. എന്നാൽ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന് രാജ്യം തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. ഫോട്ടോ സെഷനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നെത്തിയത് റഷ്യൻ പ്രസിഡന്റിന്റെ കയ്യും പിടിച്ച്. ഷീ ജിൻപിങ്ങിനെ കണ്ടപ്പോൾ ചെറിയ ചർച്ച. മൂന്ന് നേതാക്കളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം ആ സംഭാഷണ നിമിഷങ്ങളിൽ കാണാൻ കഴിയും. പരിഭാഷപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരും മൂന്ന് നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിന് അപ്പുറമുള്ള ചില നിലപാടുകളും ആ ചെറിയ നേരം ഉയർന്നു വന്നിരിക്കാം. പുടിനെ കണ്ടതിലുള്ള സന്തോഷം പ്രധാനമന്ത്രി തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ നിർണായക കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുവെന്നും മൂന്നാം കക്ഷിക്ക് ബന്ധത്തെ സ്വാധീനിക്കാനാകില്ലെന്നും മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്നും മോദി കൂട്ടിച്ചേർത്തു. പുടിന്റെ വരവിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു. അതേസമയം മോദി അടുത്ത സുഹൃത്തെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആവർത്തിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അവഗണിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോയും ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വൈറലായി. ഷഹബാസിന് മുന്നിലൂടെയാണ് മോദിയും പുടിനും ഒരുമിച്ച് വേദിയിലേക്ക് എത്തിയത്. ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചു. അത്താഴ വിരുന്നിനിടയിലും മോദി ഷെരീഫിനെ പരിഗണിച്ചില്ല. ഇരുവരും പരസ്പരം പുറം തിരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിലൂടെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നുവെന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ഇന്ധനമാകുന്നതാണ് ഇന്ത്യയുടെ പ്രവൃത്തികളെന്ന ആരോപണം നവാരോ ആവർത്തിക്കുകയും ചെയ്തു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നവാരോ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനമുയർത്തിയത്. ഇന്ത്യ റഷ്യയുടെ ഒരു അലക്കുശാല മാത്രമാണ്. മോദി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവാണ്. എന്നിട്ടും പുടിനുമായും ഷീ ജിൻപിങ്ങുമായും മോദി കൂട്ടുകൂടുന്നു. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും നവോരോ പ്രതികരിച്ചു. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നീ ആരോപണങ്ങൾ ഉയർത്തി രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് പട്നയിൽ ആവേശകരമായ സമാപനം. ഗാന്ധി മൈതാനിയിൽ നിന്നും അംബേദ്കർ പ്രതിമ വരെ നടന്ന മഹാറാലിയിൽ പതിനായിരങ്ങൾ അണിനിരന്നു. മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കിയ അതേ ശക്തികൾ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി MP പറഞ്ഞു. വോട്ട് മോഷണം ജനങ്ങളുടെ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണെന്നും അതിന് അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. 2 ആഴ്ച നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പതിനായിരങ്ങളാണ് അണിനിരന്നത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു റാലി. ഗാന്ധി മൈതാനിയിൽ നിന്ന് അംബേദ്കർ പ്രതിമ വരെയായിരുന്നു റാലി സംഘടിപ്പിച്ചത്.
തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച പ്രതിപക്ഷ നേതാവിനൊപ്പം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, തേജസ്വി യാദവ്, MA ബേബി തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചു. വോട്ടർ പട്ടികയും ദൃശ്യങ്ങളും ഇതുവരെ കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. വോട്ട് മോഷണം എന്നതിലൂടെ അവകാശങ്ങൾ തന്നെയാണ് മോഷ്ടിക്കപ്പെടുന്നത്. റേഷൻ കാർഡിൽ നിന്നുൾപ്പെടെ പേര് നീക്കി ജനങ്ങളുടെ ഭൂമി അദാനിക്കും അംബാനിക്കും കേന്ദ്ര സർക്കാർ നൽകുന്നതായും രാഹുൽ ഗാന്ധി വിമർശിച്ചു. यहाँ की जमीन, आपका राशन कार्ड, सब कुछ उठा ले जाएंगे, अदानी अंबानी को दे देंगे। भाई और बहनों, जिन शक्तियों ने महात्मा गांधी की हत्या की, वही शक्ति इस संविधान की, अंबेडकर जी के संविधान की, गांधी जी के संविधान की हत्या करने की कोशिश कर रहे हैं। മഹാത്മാഗാന്ധിയെ കൊന്ന അതേ ശക്തികൾ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് അനുവദിക്കില്ലെന്നും അത്തരം ശക്തികൾക്കെതിരെ പോരാടാനുള്ള കരുത്ത് യാത്ര സമ്മാനിച്ചതായും രാഹുൽ പറഞ്ഞു. वोट चोरी का मतलब अधिकार की चोरी, वोट चोरी का मतलब आरक्षण की चोरी, वोट चोरी का मतलब रोजगार की चोरी, वोट चोरी का मतलब शिक्षा की चोरी, वोट चोरी का मतलब लोकतंत्र की चोरी, वोट चोरी का मतलब युवाओं के भविष्य की चोरी। വോട്ട് മോഷണത്തിലൂടെ ബീഹാറിൽ വീണ്ടും അധികാരത്തിലെത്താനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. അതിനെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. ഓഗസ്റ്റ് 17 തുടങ്ങിയ യാത്ര 1300 കിലോമീറ്റർ പിന്നിട്ടാണ് പട്നയിൽ സമാപിച്ചത്. 25 ജില്ലകളിലെ 111 മണ്ഡലങ്ങളിലൂടെ രാഹുൽ സഞ്ചരിച്ചു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടറധികാർ യാത്ര കരുത്താകുമെന്നാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രതീക്ഷ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സെപ്റ്റംബർ 1 ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പരാതികൾ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സഹായിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പരാതികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ചയെന്നും കോടതി വിമർശിച്ചു. എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ വോട്ടർമാരെ സഹായിക്കുന്നതിന് പാരാലീഗൽ വളണ്ടിയർമാരെ നിയോഗിക്കാനും കോടതി തീരുമാനിച്ചു. 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ 2-അംഗ ബെഞ്ചിന്റേതാണ് നടപടി. ഹർജിക്ക് പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും വേണ്ടിയാണ് പെട്രോളിൽ എഥനോളിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ഇതിന്റെ ഭാഗമായി 20% എഥനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അഭിഭാഷകനായ അക്ഷയ് മൽഹോത്ര സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. ഹർജി നൽകിയ ആൾ ഒരു വ്യക്തി മാത്രമാണെങ്കിലും ഇതിനു പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി പറഞ്ഞു. ഇന്ത്യ ഏത് തരം ഇന്ധനം ഉപയോഗിക്കണമെന്ന് രാജ്യത്തിന് പുറത്തുള്ളവരാണോ നിർദ്ദേശിക്കേണ്ടതെന്നും AG വിമർശിച്ചു. ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്ക് പ്രയോജനകരമാണെന്നും ഹർജിയെ എതിർത്തുകൊണ്ട് R വെങ്കിട്ടരമണി പറഞ്ഞു. അതേസമയം ഹർജിക്കാരനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഷദൻ ഫറാസത്ത് ഹർജിക്കാരൻ എഥനോൾ കലർത്തുന്നതിന് എതിരല്ലെന്നും എന്നാൽ E20യുമായി പൊരുത്തപ്പെടാത്ത 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങൾക്ക് എഥനോൾ രഹിത പെട്രോൾ ഒരു ഓപ്ഷനായി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും വ്യക്തമാക്കി. എല്ലാ വശങ്ങളും ആലോചിച്ചാണ് തീരുമാനം കൈക്കൊണ്ടത് എന്ന അറ്റോർണി ജനറലിന്റെ വാദം അംഗീകരിച്ച 2-അംഗ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അഫ്ഗാനിസ്ഥാനെ നടുക്കി ഭൂചലനം. തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ 800-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. 2000-ലേറെ പേർക്ക് പരിക്കേറ്റു. മണ്ണിനടിയിലും മറ്റും കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് താലിബാൻ അറിയിച്ചു. അതേസമയം അഫ്ഗാനിസ്ഥാന് സഹായവുമായി ഇന്ത്യ രംഗത്തെത്തി. ലോകരാജ്യങ്ങളും ഭൂകമ്പത്തിൽ അപലപിച്ചു. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാർ പ്രവിശ്യയിലെ നുർഗാൽ, സാവ്കി, വഡ്പൂർ, മനോഗി, ചപ്താര ജില്ലകളെയാണ് ഭൂകമ്പം ബാധിച്ചത്.
അവശിഷ്ടങ്ങൾക്കിടയിൽ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. മലയോര മേഖലയിലാണ് നാശം കൂടുതലായി ഉണ്ടായത്. രക്ഷാപ്രവർത്തകർക്ക് സഹായത്തിനെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാണെന്നും താലിബാൻ അറിയിച്ചു. 12,000-ഓളം പേരെ ഭൂകമ്പം ബാധിച്ചിട്ടുണ്ട്. മിക്ക ഗ്രാമങ്ങളും പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. 800 കിലോയധികം മരുന്നുകളും 30-ലധികം ഡോക്ടർമാരെയും പ്രാദേശിക ആശുപത്രികളിൽ എത്തിച്ചതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജലാലാബാദിൽ നിന്നും 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിൽ പ്രകമ്പനമുണ്ടായി. ഭൂകമ്പത്തിൽ ലോകരാജ്യങ്ങളും നടുക്കം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുമെന്ന് മോദി എക്സിൽ കുറിച്ചു. ഇന്ത്യ 1000 ടെന്റുകൾ എത്തിച്ചിട്ടുണ്ട്. 15 ടൺ ഭക്ഷണ സാമഗ്രികൾ ഭൂകമ്പബാധിത പ്രദേശത്ത് എത്തിക്കും. നാളെ മുതൽ കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികളും എത്തിക്കും. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതബാധിതരെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും ജപ്പാൻ അറിയിച്ചു. യൂറോപ്യൻ യൂണിയനും UN-ഉം അനുശോചനം അറിയിച്ചു. ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിന് മുന്നിലുണ്ടെന്നും സഹായത്തിനായുള്ള പ്രവർത്തകർ അഫ്ഗാനിലുണ്ടെന്നും UN വ്യക്തമാക്കി. 2023 ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ 2200 പേരാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓണക്കാലമായതോടെ ലഹരി വസ്തുക്കളുടെ വ്യാപനം വർദ്ധിച്ചതായി എക്സൈസ് പോലീസ് റിപ്പോർട്ടുകൾ. ലഹരി വ്യാപനം തടയാൻ നടത്തിയ പരിശോധനകളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധി പേർ പിടിയിലായി. MDMAയും ഹൈബ്രിഡ് കഞ്ചാവും വേദനാസംഹാരികളായി ഉപയോഗിക്കുന്ന ഗുളികയുമാണ് ഇവരിൽ നിന്നുമൊക്കെ കണ്ടെത്തിയത്. ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. ഓണക്കാലത്ത് ലഹരി വ്യാപനം തടയാൻ നടത്തിയ സംയുക്ത പരിശോധനകളിലാണ് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചായിരുന്നു എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധനകൾ നടക്കുന്നത്. വ്യാജമദ്യം, മയക്കുമരുന്ന്, ഇതര ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപഭോഗവും വിപണനവും തടയുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ജില്ലകൾ തോറും കർശന പരിശോധനകൾ തുടരുകയാണ്. ലഹരി ഉപയോഗം തടയാൻ 24 മണിക്കൂറും താലൂക്ക് തല കൺട്രോൾ റൂമും സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുമുണ്ട്. സെപ്റ്റംബർ 8 വരെയാണ് എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക പരിശോധന. അന്തർ സംസ്ഥാന വാഹന പരിശോധന പോലീസ്, വനം, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി നടത്തിവരുന്നു. കൊല്ലത്ത് ആര്യങ്കാവ്, അച്ചൻകോവിൽ ചെക്ക് പോസ്റ്റുകളിലും നിരന്തര പരിശോധന തുടരുകയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് MDMA ഉൾപ്പെടെയുള്ള രാസലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കായി കേരളത്തിലെത്തിക്കുന്നത്. ട്രെയിൻ സർവീസ് ഉൾപ്പെടെ അന്യസംസ്ഥാന ഗതാഗത സർവീസുകളെയെല്ലാം പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. കൊറിയർ, പാർസൽ വിതരണ കേന്ദ്രങ്ങൾ, രാത്രി വൈകി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ, തെരുവോര കച്ചവട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും റെയ്ഡുകൾ നടത്തുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഓണാഘോഷങ്ങൾ എന്നിവയും പ്രത്യേകം നിരീക്ഷിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ആഘോഷങ്ങൾക്ക് ലഹരി കൂടിയേ തീരൂ എന്ന് കരുതുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ നടത്തിയതുകൊണ്ട് മാത്രം ലഹരി വ്യാപനം തടയാൻ കഴിയില്ല. യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ലഹരിക്ക് അടിമപ്പെടുന്നതെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ കൂടുതൽ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളും പരിശോധനകളുമാണ് നടത്തിവരുന്നതെന്ന് കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൌഷാദ് പറഞ്ഞു. ഇതൊരു ആഘോഷത്തിൻ്റെ സമയമാണ്. അത് ഒരുപക്ഷെ യുവാക്കൾ അവർക്ക് അവരുടെ ഒരു തോന്നൽ ഇതുണ്ടെങ്കിലേ ആഘോഷങ്ങൾ പൂർണ്ണമാകൂ എന്നുള്ള ഒരു തോന്നലിലായിരിക്കണം ഈ ലഹരി വസ്തുക്കൾ ഇത്രയധികം ഓണസമയത്ത് എത്തിച്ചു വരുന്നത്. കേരളീയരെ ഒന്നടങ്കം ആഘോഷത്തിൻ്റെ ഒരു മൂഡിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓണസമയമാകുമ്പോൾ. അതിൽ ഇത്തരം ലഹരി വസ്തുക്കൾ എത്തിപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒരുവിധമൊക്കെ ബോധവൽക്കരണത്തിലൂടെ അതിന് സാധ്യമാകുന്നുണ്ട്. എങ്കിലും കുറേ പേരൊക്കെ ലഹരി പാർട്ടികൾ തന്നെ നടത്താൻ ശ്രമിക്കുന്നു. നമ്മൾ അറിയുന്നിടത്തോളം അതിനെ തടയുവാനാണ് ശ്രമിക്കുന്നത്. വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് സുധീഷ് നൽകും. സുധീഷ്, ഓണക്കാലമാണ്. വളരെ ഗൗരവതരമായ റിപ്പോർട്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഓണം ലക്ഷ്യമിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാസലഹരി അടക്കം കേരളത്തിലേക്ക് എത്തുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും ജാഗ്രതയോടെ പരിശോധനകൾ തുടരുകയാണ്. എന്നാൽ ഇതൊക്കെ ഈ ഓണക്കാലത്തെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയൊക്കെ നിലനിൽക്കുന്നു. സുധീഷ്, ഓണാഘോഷങ്ങൾക്കിടയിൽ വ്യാജ മദ്യദുരന്തം നടന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. എന്നാൽ ഇന്ന് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പേടിപ്പെടുത്തുന്ന ഒന്നാണ് MDMA ഉൾപ്പെടെയുള്ള രാസലഹരികളുടെ കടന്നുവരവ്.
ഇത് കൂടുതലായി ജില്ലയിൽ വ്യാപിക്കുന്നു എന്നുള്ള കണക്കുകളാണ് എക്സൈസും പോലീസും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും പുറത്തുവിടുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ MDMAയും ഹൈബ്രിഡ് കഞ്ചാവും ഉൾപ്പെടെയുള്ള രാസലഹരി പദാർത്ഥങ്ങൾക്ക് ഉൾപ്പെടെ നിരവധി പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും എക്സൈസ് ഇത്തരത്തിൽ നിരവധി കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്തത്. ഇത് പ്രധാനമായും യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലുമാണ് ഇത്തരത്തിൽ രാസലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു എന്നുള്ള കണക്കുകളും എക്സൈസ് വകുപ്പ് പുറത്തുവിടുന്നുണ്ട്. അപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഒരു കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഓണാഘോഷം അടുക്കുമ്പോൾ കൂടി വരുന്നതായുള്ള കണക്കുകളാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പേടിയിലാണ് എക്സൈസും പോലീസും ഒക്കെ ഉള്ളത്. പോലീസിൻ്റെതാണെങ്കിൽ ഡാൻസ് ഓഫ് ടീം, അവർ പ്രത്യേകം രൂപീകരിച്ച ഡാൻസ് ഓഫ് ടീം ആണ് ഇത്തരത്തിലുള്ള രാസലഹരികൾ ഉൾപ്പെടെ പരിശോധനകൾക്ക്, അതിൻ്റെ വ്യാപനം തടയുന്നതിനും ഉപയോഗം തടയുന്നതിനുമുള്ള പരിശോധനകൾക്കായി മുന്നിട്ട് നിൽക്കുന്നത്. എക്സൈസ് വകുപ്പും പ്രത്യേക പരിശോധനകളുമായി മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ ഇവർക്കൊക്കെ പ്രധാന തലവേദനയാകുന്നത് ഇതിൻ്റെ കച്ചവട രീതികളാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവുകളും അല്ലെങ്കിൽ രാസലഹരിയായ MDMAയും മറ്റ് ഗുളികകളും, അതായത് വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഗുളികകളും മറ്റും ഒക്കെ തന്നെ ഇവർ കച്ചവടം നടത്തുന്നത് പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെയും പുതിയ പുതിയ രീതികളിലൂടെയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സൈസിനോ അല്ലെങ്കിൽ പോലീസിനോ മറ്റ് അന്വേഷണ വിഭാഗങ്ങൾക്കോ ഇത് തടയുന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു പരിമിതിയുണ്ട്. ഈ ലഹരി വ്യാപനം അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ജില്ലയിൽ നടക്കുന്നുണ്ട്, സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല. ഈ ഓണാഘോഷങ്ങൾക്കിടയിലും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നു അല്ലെങ്കിൽ കൂടുതലായി പിടികൂടുന്നു. ആ ഒരു പേടിയിലാണ് കൊല്ലം ജില്ല ഉൾപ്പെടെ. ശരി, വാർത്തയുടെ വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 20-ാം തീയതി പമ്പയിൽ നടക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കപ്പെട്ടവർക്കൊപ്പം 3000 അയ്യപ്പ ഭക്തരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലം തിരുത്തും. ഇക്കാര്യം നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച ശേഷം കോടതിയെ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 20-ാം തീയതി പമ്പയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തരുടെ പ്രശ്നങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്നതിനൊപ്പം സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാനിന് പിന്തുണ തേടുകയാണ് ലക്ഷ്യം. സംഗമത്തിന്റെ രജിസ്ട്രേഷൻ ശബരിമല വെർച്വൽ ക്യൂ പോർട്ടൽ വഴി ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് നിന്നും 800 പേരും വിദേശത്ത് നിന്നും 500 പേരും, തമിഴ്നാട് 500, കർണാടക 250, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് 750 പേരും സംഗമത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ സാമുദായിക സംഘടനകളുടെ പിന്തുണ സംഗമത്തിനുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഒന്ന്, ഇതിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സ് അയ്യപ്പ ഭക്തരായിരിക്കണം, തർക്കമില്ല. പിന്നെ സ്വാഭാവികമായും അവർ കാര്യങ്ങൾ പറയുമ്പോൾ അത് നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള, താഴെത്തട്ടിലെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവണമല്ലോ, അവരും ഉണ്ടാവും. ഇന്ത്യയിലുള്ള മുഴുവൻ ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കും നമ്മൾ കത്തയച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് തിരുത്തുന്ന കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അതേസമയം സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ ശിവഗിരി മഠം സ്വാഗതം ചെയ്തു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്നും മഠം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു. സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മാറ്റമുണ്ടോയെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും സുപ്രീം കോടതിയിലെ നിലപാട് മാറ്റാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചർച്ച നടത്താൻ UDF ഓൺലൈൻ യോഗം ചേരുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശും വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി പന്തളം കൊട്ടാരം നിർവാഹക സംഘം. സാധാരണ അയ്യപ്പന്മാർക്ക് ഇതുകൊണ്ട് എന്തു ഗുണമെന്നും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണമെന്നും നിർവാഹക സംഘം ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. 2018-ലേതുപോലെയുള്ള നടപടികൾ വിശ്വാസികൾക്ക് മേൽ ഉണ്ടാകില്ലെന്ന് സർക്കാരും ബോർഡും ഉറപ്പു നൽകണം. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നും രാഷ്ട്രീയമില്ല, ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുന്നുവെന്നും നിർവാഹക സംഘം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന്റെ വിവരങ്ങൾ നിയമസഭയെ അറിയിക്കാൻ തയ്യാറെടുത്ത ക്രൈംബ്രാഞ്ച്. FIR അടക്കം കേസിന്റെ വിവരങ്ങൾ നിയമസഭയ്ക്ക് കൈമാറാനാണ് തീരുമാനം. അതേസമയം അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ വരാൻ തടസ്സമില്ലെന്നും സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചിരുന്നു. രാഹുലിനെതിരെ സംസ്ഥാന വ്യാപകമായി 8ഓളം പരാതികളാണ് DGPക്ക് ലഭിച്ചത്. പരാതിക്കാർ ഉൾപ്പെടെ 10ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തലിനാണ് ക്രൈംബ്രാഞ്ച് തുടക്കം കുറിച്ചത്. കൂടുതലും ഇമെയിൽ വഴി ലഭിച്ച പരാതികളിൽ പരാതിക്കാരെ നേരിട്ടെത്തിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ഗർഭം അലസിപ്പിക്കലിന് നിർബന്ധിച്ചതടക്കമുള്ള ഫോൺ സംഭാഷണത്തിന്റെ ആധികാരികതയിൽ സൈബർ സംഘം വിശദമായ പരിശോധന നടത്തും. തുടർന്ന് കേസിന്റെ FIR അടക്കമുള്ള വിശദമായ വിവരങ്ങൾ നിയമസഭയ്ക്ക് കൈമാറാനാണ് തീരുമാനം. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് ഈ നീക്കം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് നിയമസഭയിലെത്താൻ തടസ്സമില്ലെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരംഗത്തിനും സഭയിലെത്താമെന്നും രാഹുലിനെതിരായ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പ്രതികരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.